ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറുപഴം വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലുബീസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2.5 കപ്പ് പാലാണ്. പാല് തിളപ്പിച്ചിട്ട് അത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കട്ടിയാക്കി എടുത്തതാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതുപോലെ ഒരു 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാലിപ്പൂവും പഴമൊക്കെ ആയിരിക്കും ഇതുണ്ടാക്കാൻ വേണ്ടി നല്ലത്. അധികം അങ്ങ് പഴുത്തു പോയ പഴം എടുക്കരുത്, എങ്കിലും പാകത്തിന് പഴുത്ത പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ അടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇടണം. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1/4 കപ്പ് ഷുഗർ എന്ന് പറയുമ്പോൾ മധുരം കുറച്ച് കുറവായിരിക്കും. നിങ്ങൾക്ക് നന്നായിട്ട് മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അതിന് പകരം ഐസ് ക്യൂബ്സാണ് ഒഴിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ പാല് കട്ടിയാക്കിയതിൽ നിന്ന് കുറച്ച് മെൽട്ടായതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അടിക്കുവാണെങ്കിൽ പഴം നന്നായിട്ട് അടിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കുറച്ച് പാലിലും ഐസ് ക്യൂബ്സിലുമാണ് പഴം നന്നായിട്ട് അടിച്ചെടുത്തിരിക്കുന്നത്. ചെറിയ തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതുപോലെ ക്രീമിയാക്കി അടിച്ചെടുത്ത് വെക്കണം. ഇനി നമുക്ക് പാല് അതിൻ്റെ കൂടെ ഇട്ട് അടിക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ പാലിട്ട് അടിക്കുവാണെങ്കിൽ പാലിൻ്റെ ഐസൊക്കെ പോയിട്ട് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ആവാതെ കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാല് ഞാൻ രണ്ടാമത് ഇതിൻ്റെ കൂടെ ഇട്ട് അടിച്ചത്. ഇപ്പോൾ പാലും കൂടിയിട്ട് അടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാമെന്നാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഏലക്ക ചേർത്തുകൊണ്ട് അത് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഗ്ലാസിൻ്റെ പകുതിയിൽ ഈ പഴം അടിച്ചത് ഇട്ട് കൊടുക്കാം. പഴവും പാലും കൂടി അടിച്ചത് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്ന ഗ്ലാസിൻ്റെ പകുതി മാത്രം ഒഴിച്ചു കൊടുക്കണം. ഇനി പകുതി നമ്മൾ ഒഴിക്കുന്നത് ഈ കൊക്കോ പൗഡർ ഇട്ട ഭാഗമാണ്. അപ്പം ഞാൻ ഇനി ഇതിനായിട്ട് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ഇടുവാണ്. ഇപ്പോൾ കൊക്കോ പൗഡർ നിങ്ങളുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ബാർ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കോഫി പൗഡർ ആയാലും മതി. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ എടുക്കണം. അപ്പോൾ അത് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് അടിച്ചാൽ മതി, കൊക്കോ പൗഡർ ഒന്ന് മിക്സായി വന്നാൽ മതി. അതടിച്ചത് നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ചോക്ലേറ്റ് ഒഴിച്ച് പിന്നെ വൈറ്റ് ഒഴിച്ചിട്ട് പിന്നെ ചോക്ലേറ്റ്, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ നിങ്ങൾ അടിക്കുന്ന സമയത്ത് തന്നെ കാഷ്യൂനട്ടോ അല്ലെങ്കിൽ നമ്മുടെ പീനട്ടോ ഒക്കെ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഷേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും